ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം റിലേഷൻഷിപ്പും കരിയറും മണിയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, അവർക്ക് മണി ബ്ലോക്കുണ്ട്, കരിയർ ബ്ലോക്കുണ്ട്, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാനൊരു 4-5 വർഷം കൊണ്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ മൈൻഡ് പവറിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഒരുപാട് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ വളരെ കുറച്ച് കാണുന്ന ഒരു സംഗതിയാണ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുന്നവർ പ്രധാനമായിട്ടും ബ്രേക്കപ്പ് ആയവർ, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഫേസ് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ മാത്രമാണ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുന്നത്. ആ റിലേഷൻഷിപ്പ് ബ്ലോക്ക് ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പം ഞാനൊരു ഡിവോഴ്സിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എനിക്ക് റിലേഷൻഷിപ്പിൽ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ എനിക്ക് മണി ബ്ലോക്കിനേക്കാളും കരിയർ ബ്ലോക്കിനെ കാട്ടിയും റിലേഷൻഷിപ്പ് ബ്ലോക്കായിരുന്നു യഥാർത്ഥത്തിൽ എനിക്കുണ്ടായിരുന്നത്. പക്ഷെ നമ്മളൊരിക്കലും ആ ഒരു പോയിന്റ് ചിന്തിക്കില്ല. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്താണ്, നമുക്ക് പൈസ വരുന്നില്ല. എനിക്ക് പക്ഷേ അങ്ങനെ പൈസ വരാത്ത ഒരു പ്രോബ്ലം ഒന്നും എപ്പോഴും ഉണ്ടാവില്ല. പക്ഷെ വരുന്ന പൈസ കയ്യിൽ നിൽക്കാറില്ല. എനിക്ക് കരിയറും അങ്ങനെ തന്നെയാണ്. കരിയർ നല്ല കരിയർ, ഞാൻ കിങ് ഫഹദ് ആംഡ് ഫോഴ്സിൽ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ അതൊക്കെ അവിടുത്തെ ഒരു നല്ലൊരു പോസ്റ്റാണ്, ഗവൺമെൻറ് പോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ. അത്രയും നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എനിക്ക് വന്നെങ്കിൽ പോലും അതൊക്കെ ഒന്ന് ലാസ്റ്റ് ചെയ്യുകയോ അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ബ്ലോക്കായി പോകും. കരിയർ വരും, നമ്മൾ കുറച്ച് നാൾ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ കരിയർ അതുകൊണ്ട് ഉപയോഗവും ഉണ്ടാവില്ല നമുക്ക്. അങ്ങനത്തെ റീസൺസ് നമുക്ക് വന്നാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് കയ്യിൽ കിട്ടുക. അപ്പോൾ എനിക്ക് എപ്പോഴും മണിക്ക് കരിയറിന് അങ്ങനത്തെയാണ് അപ്പോൾ നമ്മൾ ബ്ലോക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ബ്ലോക്കൊന്നുമില്ല, പൈസ വരാൻ തടസ്സമൊന്നുമില്ല. പക്ഷെ കയ്യിൽ നിൽക്കില്ല, എപ്പോഴും കടബാധ്യതകളാണ്. എത്ര പൈസ കയ്യിൽ വന്നാലും കടം മാത്രമാണ് ബാലൻസ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എനിക്ക് മണി ബ്ലോക്ക് കരിയർ ബ്ലോക്കോ അല്ല, റിലേഷൻഷിപ്പ് ബ്ലോക്കാണുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ എവിടെ പോയാലും എനിക്ക് കിട്ടുന്നത് കുറച്ച് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് ഞാൻ നെഗറ്റീവ് ആയതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ മറ്റുള്ളവർ നെഗറ്റീവാണെന്ന് പറയുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ നെഗറ്റീവ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ അവരെ അട്രാക്റ്റ് ചെയ്യുക. നമ്മളുടെ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി ആയിരിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ലൈഫിലേക്ക് ലോ ഫ്രീക്വൻസി ഉള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ അത് എൻ്റെ തന്നെ മിസ്റ്റേക്കാണ്. പക്ഷേ എനിക്ക് സംഭവിച്ചത് റിലേഷൻഷിപ്പിലുള്ള ബ്ലോക്ക് കൊണ്ടാണ് എൻ്റെ കരിയറും എൻ്റെ മണി ബ്ലോക്കുകളും സംഭവിച്ചത്. അപ്പം ഞാൻ ആദ്യമൊക്കെ മണി ബ്ലോക്ക് മാറ്റാനും കരിയർ ബ്ലോക്ക് മാറ്റാനും നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അപ്പോഴും ഈ ഒരു പാറ്റേൺ തന്നെയാണ്. നമുക്ക് വരുന്നു, കയ്യിൽ നിൽക്കുന്നില്ല, പോകുന്നു, വരുന്നു, കയ്യിൽ നിൽക്കുക. ഈ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ആകും. നമുക്കങ്ങനെ കിട്ടാതിരിക്കുന്നില്ല. ഇപ്പോൾ പൈസ കിട്ടുന്നേ ഇല്ല എങ്കിൽ നമുക്ക് വിചാരിക്കാം, ഇത് മണി ബ്ലോക്കാണ്, എനിക്ക് പൈസ വരുന്നില്ല. അങ്ങനെയില്ല. അപ്പോൾ വരുന്ന പൈസ അപ്പോൾ തന്നെ തീർന്നു, കടബാധ്യത ആയിരിക്കും മിച്ചമായിട്ട് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും കിട്ടായ്മയില്ല. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കരിയറിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് ത്രൂ ഔട്ട് കരിയർ കിട്ടാറുണ്ട്. പക്ഷേ ഈ കരിയർ കിട്ടിക്കഴിഞ്ഞാൽ കരിയറിലെ ചെറിയ പ്രശ്നങ്ങളും അങ്ങനെ നിരന്തരം നമ്മൾ ഇതുമായിട്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇതൊക്കെ ഇതിൻ്റെ ബ്ലോക്ക് കൊണ്ടാണെന്ന്. പക്ഷേ അങ്ങനെ അല്ല എന്നുള്ളത് റിലേഷൻഷിപ്പ് ഹീൽ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ റിലേഷൻഷിപ്പ് എങ്ങനെ ഞാൻ ഹീൽ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എൻ്റെ പാസ്റ്റ് ലൈഫിലേക്ക് പോകേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, നമ്മൾ പറയപ്പെടുന്നത് നമ്മളുടെ ചൈൽഡ്ഹുഡ് ട്രോമ. നമുക്ക് 1 വയസ്സ് മുതൽ ഒരു 8 വയസ്സ് വരെ ഉള്ള സമയത്ത്, അതല്ല അതിനു മുന്നേ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലാകുന്ന സമയം തൊട്ട് നമുക്ക് ട്രോമ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു 8 വയസ്സ് വരെയുള്ള ട്രോമയാണ് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രോമ നമുക്ക്
കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും നമ്മളുടെ വിവാഹ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും. പിന്നെ നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ചൈൽഡ്ഹുഡ് ട്രോമയിൽ നമ്മൾ ഏറ്റെടുക്കുന്ന പല പല കാരണങ്ങളുമാണ്. അപ്പോൾ എൻ്റെ പൊതുവെ പറയുന്നത്, നമ്മളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ ടോക്സിക് പാരൻറ്റോ അല്ലെങ്കിൽ നാർസിസിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് വരുന്ന ലൈഫിൽ വരുന്ന പാർട്ട്ണറും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നവരും ഒക്കെ ഇങ്ങനത്തെ നാർസിസിസ്റ്റോ അല്ലെങ്കിൽ ടോക്സിക്കോ അല്ലെങ്കിൽ നെഗറ്റീവോ ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ പാരൻസും നമ്മളുടെ ഫ്യൂച്ചറുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറുമായിട്ട് ബന്ധമുണ്ട്. നമുക്ക് നമ്മുടെ പാരൻസ് നമ്മൾ വിചാരിക്കുന്ന പോലെ അമ്മ എന്ന് പറയുന്നത് എന്താ ഈ ലോകത്തിലെ ഏറ്റവും കൺകണ്ട ദൈവമാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് അമ്മയെക്കുറിച്ച് പുകഴ്ത്താറുണ്ട്, അച്ഛനെക്കുറിച്ച് പുകഴ്ത്താറുണ്ട്. എങ്കിലും അങ്ങനെ അല്ലാത്ത അച്ഛനമ്മമാർ ധാരാളമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ് നമ്മൾ പലരുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ ഭൂമിയിൽ വരാൻ കാരണമായത് നമ്മളുടെ അമ്മയും അച്ഛനും കാരണമാണ്. നമ്മൾ അവരുടെ മകളായിട്ടോ മകനായിട്ടോ ജനിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു കർമ്മയാണ്, അല്ലെങ്കിൽ നമുക്കത് വിധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. അപ്പോൾ അവർ കാരണമാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത്. അവരെത്ര ടോക്സിക് ആയാലും അവരെത്ര നാർസിസിസ്റ്റ് ആയാലും അവർ കാരണമാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നതെന്നുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഉറപ്പായിട്ടും വേണം. അത് ശരിയാണ്, അവർ നമുക്ക് ഒരുപാട് ട്രോമകൾ തന്നിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. എല്ലാ പേരൻസും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. അമ്മയോ അച്ഛനോ ടോക്സിക് ആയിട്ടുള്ള പാരൻസിൻ്റെ മക്കൾക്ക് അവരോട് ക്ഷമിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം അവർ അത്രയും ട്രോമ ചൈൽഡ്ഹുഡിലും കൊടുത്തിട്ടുണ്ടാകും. പിന്നെ ത്രൂ ഔട്ട് അവരെ ലൈഫിലുടനീളം ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ള ഒരുപാട് പാരൻസിൻ്റെ കഥകൾ എനിക്കറിയാം. അപ്പം ഒരിക്കലും ഞാനൊരു പാരൻ്റാണ്, എന്നാലും ഞാൻ പാരൻസിനെ ന്യായീകരിക്കുന്നില്ല. എല്ലാ പാരൻസും ഒരുപോലെ അല്ല. മക്കൾക്ക് വേണ്ടി ജീവിതം ത്യാഗം സഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് പാരൻസ് ഉള്ള ലോകമാണ്. അതുപോലെ തന്നെ ടോക്സിക് പാരൻസ് ഉള്ള ലോകവും കൂടിയാണ്. അപ്പോൾ രണ്ട് കൂട്ടരെയും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോക്സിക് പാരൻസ് എന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രോമ ചെറുതൊന്നുമല്ല. അവരുടെ ലൈഫ് തന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന ട്രോമയാണ് ടോക്സിക് പാരൻസ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പം എന്നിരുന്നാൽ പോലും നമ്മൾ അവരോട് ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞു വരുന്നത്. അവർ കാരണമാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. അപ്പോൾ അവരുടെ സോളിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അവരോട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഈ ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങൾ ആൾക്കാർ കണ്ടെത്തും. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയോടൊക്കെ പോയി ക്ഷമിക്കുക, അല്ലെങ്കിൽ അച്ഛനോട് പോയി മാപ്പ് പറഞ്ഞ് ക്ഷമിക്കുക എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ എല്ലാ ടോക്സിക് ആൾക്കാരോടും നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുക എന്നുള്ളതല്ല എന്ന് ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സോൾ ടു സോൾ ക്ഷമിക്കുന്നു. അവരെ നമ്മൾ ഫിസിക്കലി കണ്ട് മാപ്പ് പറയുകയല്ല ചെയ്യുക. നമ്മളുടെ സോളിൽ നിന്ന് അവരുടെ സോളിലേക്ക് ഫോർഗീവ്നെസ് ചെയ്ത് നമ്മൾ സോൾ ടു സോൾ മാപ്പ് പറഞ്ഞ് കോംപ്രമൈസ് ആക്കുക എന്നുള്ളത് മാത്രമേ ഈ ക്ഷമിക്കുക എന്ന് പറയുന്നതിന് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ കുറേ പേരൊക്കെ ഈ കമൻസിലൊക്കെ, ഞാൻ എൻ്റെയിലൊന്നും ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെ നെഗറ്റീവ് കമൻസ് വന്നിട്ടില്ല, പക്ഷേ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറയാൻ എന്ത് എളുപ്പമാണ്, അവർ ചെയ്തൊക്കെ മറക്കണമെന്നാണോ പറയുന്നത്, അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ക്ഷമിക്കുക എന്ന് പറയുന്നത് അങ്ങനെ അല്ല. മൈൻഡ് പവറിൽ നമ്മൾ പറയുന്നത് സോൾ ടു സോളാണ് ക്ഷമിക്കുക. എൻ്റെ സോള് ഇന്നാരുടെ സോളിനോട് ക്ഷമിക്കുന്നു. ആത്മാക്കളാണല്ലോ, അങ്ങനെയാണ് നമ്മൾ പറയുക. അല്ലാതെ ഫിസിക്കൽ ബോഡിയെ അല്ല നമ്മൾ ക്ഷമിക്കുക. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ അയ്യോ ഇതുവരെയും നമ്മൾ അമ്മ അച്ഛൻ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളാരോ അവരോട് നമുക്കിപ്പോൾ നേരിട്ട് പോയി കണ്ട് മാപ്പ് പറയാൻ പറ്റുന്ന സാഹചര്യം അല്ല ആണെങ്കിൽ പോലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. സോൾ ടു സോൾ മാപ്പ് അപേക്ഷിച്ചാൽ മതിയാകും. അപ്പോൾ ഞാൻ
ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ലൈഫിൽ വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ അതിശയകരമായിരുന്നു. കാര്യം ഞാൻ മണി ബ്ലോക്കിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു, എനിക്കങ്ങനെ വലിയ മാറ്റമൊന്നും വന്നില്ല. പിന്നെ കരിയർ ബ്ലോക്ക് മാറാൻ വേണ്ടി ഞാൻ ഒരുപാട് അഫർമേഷനും അതും ഇതുമൊക്കെ ചെയ്തു, എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. അവസാനം ഞാൻ റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് മണിയിലും കരിയറിലും വളരെയധികം ചേഞ്ച് വന്നു. എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് 2 കാര്യങ്ങളാണ് എന്നെ മാറ്റിയത്. ഒന്ന് ഓപ്പനോ പ്രെയർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 2 ഫോർഗീവ്നെസ് പ്രാക്ടീസ്. ഇത് 2 കാര്യങ്ങളാണ്. എനിക്ക് റിലേഷൻഷിപ്പിലായിരുന്നു യഥാർത്ഥത്തിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ റിലേഷൻഷിപ്പ് ബ്ലോക്ക് മാറ്റിയപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ മണി ബ്ലോക്കും മാറി, റിലേഷൻഷിപ്പ് ബ്ലോക്കും കരിയർ ബ്ലോക്കും മാറിക്കിട്ടി. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബ്ലോക്ക് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ചൈൽഡ്ഹുഡിൽ കുറച്ച് ട്രോമ, അങ്ങനെ പറയത്തക്ക ട്രോമയൊന്നും അല്ല, എന്നാലും വൺ ഓഫ് മൈ പാരൻസിൽ ഒരാളുമായിട്ട് എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഞാൻ ചെയ്തതിലൂടെയാണ് എൻ്റെ ബ്ലോക്ക് മാറിക്കിട്ടിയത്. അപ്പോൾ ഞാൻ നിരന്തരം ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുകയും നിരന്തരം അവർക്ക് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും, എല്ലാ ദിവസവും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. ഫോർഗീവ്നെസ് പ്രാക്ടീസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ഒൺസ് ചെയ്തു എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ആവില്ലല്ലോ. നമ്മൾ നിരന്തരം ഫോർഗീവ്നെസ് പ്രാക്ടീസും ചെയ്യണം, നിരന്തരം അഫർമേഷനും ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ ദിവസവും നമ്മൾ പാരൻസിന് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നമ്മുടെ പാരൻസ് നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓക്കെ ആയാൽ, അതായത് സോൾ ടു സോൾ റിലേഷൻഷിപ്പ് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് വരുന്ന ബ്ലോക്കുകളെല്ലാം നമുക്ക് മാറിക്കിട്ടും. നമ്മുടെ പാരൻസും നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ ബ്ലോക്ക് കാരണമാണ് നമുക്ക് നമ്മളുടെ ഹസ്ബൻഡ് ആയാലും അല്ലെങ്കിൽ വേറെ നമ്മൾ റിലേഷൻഷിപ്പിൽ പോവുകയാണെങ്കിലും എല്ലാവർക്കും ഇതിലേതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ കുറേ ക്വാളിറ്റീസ്, ഗുണഗണങ്ങൾ അവരിലും ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മോശമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മോശമാവാൻ സാധ്യത 90% ആണെന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ കാര്യത്തിൽ അത് സത്യമായി വരികയും ചെയ്തു. ഞാനൊരു ഡിവോഴ്സിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യവും ഇത് തന്നെയാണ്. നമുക്ക് ആരോടെങ്കിലും പൊതുവേ പാരൻസാണ് ഒത്തിരി വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ കരിയറിനെയും മണിയെയും, പാരൻസിനെ മാത്രമല്ല വേറെ ആരോടായാലും ഒരുപാട് ശത്രുതയും ദേഷ്യവും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഫ്യൂച്ചറിലുള്ള റിലേഷൻഷിപ്പുകളെല്ലാം എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നതെല്ലാം ഇത്തരത്തിലുള്ള ആൾക്കാരെ ആയിരിക്കും. അപ്പോൾ ലൈഫ് ത്രൂ ഔട്ട് നമുക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാ ആൾക്കാരും നെഗറ്റീവ് വൈബുള്ള ആൾക്കാരായിരിക്കും, ടോക്സിക് ആൾക്കാരായിരിക്കും. ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്നതും വരുന്നതും നിൽക്കുന്നതും എല്ലാം അങ്ങനത്തെ ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പാർട്ട്ണറുടെ കാര്യങ്ങൾ, അതല്ല മക്കൾ വിവാഹം ചെയ്യുന്നവരുടെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളുടെ കർമ്മ കൊണ്ടാണ് സംഭവിക്കുക. കർമ്മ എന്ന് പറയുന്നത് നമ്മളും നമ്മളുടെ പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വരുന്ന ഹീൽ ചെയ്യാത്ത പ്രോബ്ലംസ് കാരണമാണ്. അപ്പോൾ അത് അവരോട് മാപ്പ് അപേക്ഷിച്ച് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. എന്നെ സംബന്ധിച്ച് അത് വളരെ സത്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് മസ്റ്റായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഓപ്പനോ പ്രെയറാണ്. നമുക്ക് ആരെയൊക്കെയാണ് നമ്മളൊരു ലിസ്റ്റ് എടുക്കുക. നിങ്ങൾ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ആരോടൊക്കെയാണ് ഇത്രയും കാലമായിട്ട് ദേഷ്യമുള്ളത്, വൈരാഗ്യമുള്ളത് എന്നൊക്കെ ഉള്ളത് ഒരു ലിസ്റ്റ് ഒരു പേപ്പറിൽ എല്ലാവരുടെ പേര് എഴുതിയെടുക്കുക. എന്നിട്ട് അവരെ സോർട്ട് ചെയ്യുക. അതായത് വളരെയധികം ദേഷ്യമുള്ളവർ, പിന്നെ പാരൻസിനോട് വളരെയധികം ദേഷ്യമുണ്ടെങ്കിലും ദേഷ്യം കുറവാണെങ്കിലും ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. ഇനി ഒരു ചോദ്യം വരും, തീർച്ചയായിട്ടും മരിച്ചുപോയവരോട് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. കാര്യം നമ്മൾ
സോൾ ടു സോളേ ആണ് ഫോർഗീവ്നെസ് ചെയ്യുന്നത്. അപ്പോൾ സോൾ ടു സോൾ ചെയ്യുമ്പോൾ മരിച്ചുപോയവരെന്നോ ജീവിച്ചിരിപ്പുള്ളവരെന്നോ ഒന്നുമില്ല, സോളിനോടാണ് മാപ്പ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് മരിച്ചു പോയവർക്കും ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇവരെ സോർട്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളവരും പാരൻസും. അവർക്ക് വേണ്ടി 21 ദിവസം 28 പ്രാവശ്യം നമ്മൾ ഹോപ്പനോ പ്രയർ എഴുതണം. അവരെങ്ങനെ അവർ മുന്നിൽ വന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഹോപ്പനോ പ്രയർ പറഞ്ഞാൽ മതി. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി അച്ഛ. ഇപ്പോൾ നമ്മളെ ഫാദറിനാണ് പറയുന്നെങ്കിൽ ഐ ആം സോറി അച്ഛ, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ ഫീലിങ്സിനാണ് ഇമ്പോർട്ടൻസ്. അല്ലാതെ നമ്മൾ ഈ കാണാപ്പാഠം പഠിക്കുന്ന പോലെ പറയരുത്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ആ 4 സെൻറ്റൻസിനും 4 ഫീലിങ്സാണ്, 4 ഇമോഷൻസാണ്. ആ 4 ഇമോഷൻസും ഐ ആം സോറി, നമ്മളങ്ങനെ ആ ഹൃദയത്തിൽ നിന്ന് മാപ്പ് പറയണം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, അപേക്ഷയാണ്. താങ്ക് യു, ഐ ലവ് യു. ഇങ്ങനെ 4നും 4 ഇമോഷൻസാണ്, 4 ഫീലിങ്സാണ്. ഇമോഷൻസിനാണ് ഇവിടെ വില, അല്ലാതെ ഈ വാക്കുകൾക്കല്ല. വാക്കുകൾ മാറ്റിയും പറയാം. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോപ്പനോ പ്രയറുകളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചുകൂടി വ്യക്തിപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രയറുകളുണ്ട്. അങ്ങനത്തെ പ്രയർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു പ്രാക്ടീസിങ് സെഷൻ, ഒരിക്കലും ക്ലാസ്സുകളല്ല കേട്ടോ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് യൂട്യൂബിലെ ക്ലാസ്സൊക്കെ നിർത്തിയിട്ട് സ്വന്തമായിട്ട് കോഴ്സ് തുടങ്ങിയോ എന്ന്. ഒരിക്കലും ഇല്ല, യൂട്യൂബിൽ തന്നെ ആയിരിക്കും ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. കാര്യം ഞാനൊരു കോച്ചോ ഇതിനെക്കുറിച്ച് ഒരുപാട് അറിവുള്ള ഒരാളോ ഒന്നും അല്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് കോഴ്സ് എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോഴ്സല്ല, അത് ജസ്റ്റ് പ്രാക്ടീസാണ്. ഒരുപാട് പേർക്ക് പ്രാക്ടീസ് ചെയ്യാൻ മടിയുണ്ട്. അപ്പം ഞാൻ കുറേ പ്രാക്ടീസുകൾ, ഡെയിലി പ്രാക്ടീസ് വേണം. നമ്മൾ എത്ര അറിവുണ്ട് എന്ന് പറഞ്ഞാലും അറിവ് വെച്ചിട്ട് നമുക്കിതൊന്നും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒന്നിച്ച് ചേർന്ന് എല്ലാ ദിവസവും വാട്സപ്പിലൂടെ രാവിലെയും വൈകുന്നേരവും പ്രാക്ടീസ് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ ഫോട്ടോസ് എടുത്തിടുകയും ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയും ചെയ്യും. പിന്നെ ആഴ്ചയിൽ 3 ദിവസം ലൈവായിട്ട് വന്ന് ഓരോ സെഷനായിട്ട് ചൈൽഡ്ഹുഡ്, മണി, അങ്ങനത്തെ കരിയർ, സെൽഫ് ഹീലിംഗ്, അങ്ങനത്തെ ഹീലിംഗ് പ്രാക്ടീസുകളും മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഈ യൂട്യൂബ് വീഡിയോ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, ആരും എന്നോട് ചോദിക്കില്ല. ആരും ഞാൻ ആരെയൊന്നും ഫീസ് വാങ്ങിച്ച് ചെയ്യുന്നതല്ല. പക്ഷേ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ പൈസ മേടിച്ച് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എനിക്ക് ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ് എന്നുള്ള എൻ്റെ ജോലി സംബന്ധമായിട്ട് എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. അപ്പോൾ ആ തിരക്കിൽ നിന്ന് ഞാൻ കുറച്ച് ടൈം മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു പുതിയൊരു സംരംഭം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു ഫീസ്, പ്രതിമാസം വെറും 500 രൂപ ഈടാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്യാമെന്ന് ഒരുപാട് പേരെന്നെ നിർബന്ധിച്ചത് കൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യം. എനിക്ക് തീരെ സമയമുള്ള ഒരാളല്ല. എനിക്ക് ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഞാൻ നടത്തുന്നുണ്ട്. അതിന് തന്നെ സമയം തികയാറില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനെ ഒരു കാര്യവും കൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം, അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഈ അറിവുകൾ മാത്രം കൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിരന്തരമായ പ്രാക്ടീസ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെയാണ് മൈൻഡിനും നമ്മൾ പോസിറ്റിവിറ്റി കൊടുക്കുക എന്ന് പറയുന്നത്. അത് ഒരുപാട് പേർക്ക് അവിടെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടായ്മയിൽ ഒരു ക്ലാസ് പോലെ എടുത്തു കഴിയുമ്പോൾ ഡെയിലി പ്രാക്ടീസ്, അല്ലാതെ ഒരു ക്ലാസ്സസും ഇല്ല, ഒന്നും പഠിപ്പിക്കുന്നില്ല. ഞാൻ ഇതിൽ പറയുന്നതിനെക്കാട്ടി കൂടുതലായിട്ടുള്ള ഒരു അറിവും എനിക്കില്ല. അപ്പോൾ ഇതിൽ എൻ്റെ അറിവുകൾ ഫുള്ള് ഞാൻ ഇതിൽ ഷെയർ ചെയ്ത്, ഇനി പൈസ മേടിച്ച് കൊടുക്കാനും മാത്രം അറിവ് ഈ ഒരു കാര്യത്തിൽ എനിക്കില്ല. അതുകൊണ്ട് പ്രാക്ടീസാണ് നമ്മൾ ചെയ്യുന്നത്, ഡെയിലി ഒന്നിച്ചൊരു പ്രാക്ടീസ്. അതിൽ എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു
തരും എന്നുള്ളത് അത് യൂട്യൂബിലായാലും ഞാൻ പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. അപ്പം റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുന്നതോടുകൂടി നമ്മളുടെ മണി ബ്ലോക്കും കരിയർ ബ്ലോക്കും മാറാൻ ഒരു വലിയ ഫാക്റ്റാണ്. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യൂ. നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് മണി ബ്ലോക്കും കരിയർ ബ്ലോക്കും ഒന്നും മാറിയിട്ടില്ല എങ്കിൽ മിക്കവാറും നിങ്ങളുടേത് റിലേഷൻഷിപ്പ് ബ്ലോക്ക് ആയിരിക്കാനാണ് സാധ്യത. അപ്പം ഞാനത് തിരിച്ചറിയാൻ തന്നെയും കുറച്ച് വൈകി. ചിലപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിൽ പലരും അത് തിരിച്ചറിയുന്നുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ബ്ലോക്കും മാറി സുഖവും സന്തോഷവും സമാധാനവുമുള്ള ഒരു ലൈഫ് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.